ഗൈസ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിൽ പോയി നോക്കാം. അപ്പൊ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയാക്കാനായിട്ട് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ക്ലീൻ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം, ഇല്ലെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി അല്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കണം. അതിന് മുന്നേ 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ കൂടെ ഉപ്പും കൂടെ ഇട്ടിട്ട് വേണം നിങ്ങൾ മിക്സ് ആക്കി എടുക്കാൻ. അപ്പൊ നമ്മൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും നമ്മൾ ഉപ്പ് ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പിന്റെ അളവ് ഞാൻ പറയുന്നില്ല, ഓരോരുത്തർക്കും ഓരോ അളവിലാണ് ഉപ്പ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇതെല്ലാം കൂടെ. എന്നിട്ട് ഞാൻ ക്ലീൻ റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. ഏകദേശം 1 മണിക്കൂറോളം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി പിറകളൊക്കെ ചെയ്യാം. അപ്പൊ അത് റെസ്റ്റ് ചെയ്യുന്ന നേരത്തിൽ നമുക്ക് ആദ്യം തന്നെ ഒരു 3 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാള ആണെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 എടുത്താൽ മതി. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ പീസ് 2-3 ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഇതെല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പൊ ഈ ഒരു ടൈമിൽ ഇതിനൊപ്പം തന്നെ 1/2 കപ്പ് വെള്ളവും കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കുറച്ച് മസാലാസ് വേണം. അതായത് 2 വയനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്, 4 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 തക്കോലമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള 3 കറുവപ്പട്ട ചേർത്ത് കൊടുക്കുന്നു, 3-4 ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 പിഞ്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ് എത്ര ചേർത്ത് കൊടുത്താലും നല്ലതാണ്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പൊ അതിനു മുന്നേ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാറുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇത് ഉപ്പും കൂടെ ഇട്ടിട്ടാണ്, അതുപോലെ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം നിങ്ങൾ ഇത് അടച്ച് വേവിക്കാനായിട്ട് വെക്കാന്. അപ്പൊ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് അടച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഒരു 3-4 ഫിസിൽ കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഓരോ കുക്കറിന്റെ വേവ് അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പം 2-3 ഫിസിൽ അടിക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പൊ ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതൊന്ന് വെന്ത് വരട്ടെ. ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേനും നമ്മുടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ഇപ്പൊ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടാവുമ്പം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഷാലക് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിൽ ആവശ്യമില്ല. നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം ഓരോന്നോരോന്നോരും നമ്മുടെ എണ്ണ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് ഇട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഒരുപാടൊന്ന് ഫ്രൈ ആക്കണ്ട, ഇത് നന്നായിട്ട് കുക്കായി കിട്ടണം, അത്രയും മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്നും എല്ലാം ഇട്ടിട്ടില്ല, കുറച്ച് അതിന്റെ ഹാഫ് പോർഷൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് സെറ്റായി വന്നിട്ട് നമുക്ക് അടുത്ത ഹാഫ് പോർഷൻ ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു 7-8 മിനിറ്റ് ആവുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് തന്നെ ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് 2 സൈഡും കുക്കായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് മാറ്റി കൊടുക്കാം. ഇപ്പൊ എല്ലാ ചിക്കനും നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ചിക്കന്റെ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി എടുക്കാം. എന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇത് നമ്മൾ കോരി മാറ്റുകയാണ്. നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ചിക്കനും കൂടെ ഇതുപോലെ ഷാലക് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി അടുത്ത പരിപാടി ഉണ്ട്. അതായത് നമ്മുടെ കുക്കറിൽ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചു കൊടുത്തത് നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്.
അതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു മിക്സ് നമുക്ക് മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കണം. പക്ഷെങ്കിൽ അതിന് നമ്മൾ വെച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ അത് കളയരുത്, നമുക്കിനി ആവശ്യമുണ്ട്. അപ്പൊ ഈ ഒരു വെജിറ്റബിളിന്റെ മിക്സ് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇതെല്ലാം കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ ഇനി വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലുള്ള ഈ ഒരു വെള്ളത്തിന്റെ അംശത്തിൽ തന്നെ നന്നായിട്ട് പേസ്റ്റ് ആയി വരും കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് മൊത്തം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മളിത് നേരത്തെ ബാക്കി അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളമാണ്. അതിലേക്ക് തന്നെ നമ്മുടെ ആ ഒരു പേസ്റ്റ് ഒഴിച്ചിട്ട് നമുക്കങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ചിക്കൻ നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ സെയിം, അതായത് ചിക്കൻ നമ്മൾ വറുത്ത ഓയിലുണ്ടല്ലോ അതിലേക്കാണ് നമ്മളുടെ ഈ ഒരു വെജിറ്റബിൾ നമ്മൾ മിക്സ് ആ ഒരു പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ആ ഒരു ഓയിലിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ നമ്മൾ കളയണ്ട. അപ്പൊ ഇനി നമുക്ക് ആ ഒരു ജാറിലേക്ക് തന്നെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം പാൽ ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കേണ്ട, ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി. പാലിന്റെ അളവെന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ലൂസ് വേണോ അത്രത്തോളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 50 ഗ്രാമിനുള്ളിൽ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. ഒരു 1-2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയൊരു മധുരം ബട്ടർ ചിക്കൻ ഉണ്ടാവും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കസൂരി മേത്തിയാണ്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി അതിനുശേഷം നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ചേർത്ത് കൊടുക്കണം. അതായത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ, അതിന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. ബട്ടർ ചിക്കൻ ഒക്കെ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. കൂടെയുള്ള ബെൽ ഐക്കണുകൾ ഓൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ കുറച്ച് കസൂരി മേത്തി കൂടെ നമ്മൾ ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തേക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ വരുന്നവരും ബൈ.